നേരത്തെ പറഞ്ഞ പോലെ വീട് വെക്കുക എന്നുള്ളത് ഈ ഫാമിലിയുടെ ഒരു ഗോളാണ്. അതെങ്ങനെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ് അവർക്കൊരു സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ഇന്നേക്ക് 10 വർഷം കഴിയുമ്പോൾ വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 2 പോയിന്റാണ്. ഒന്നെന്ന് പറയുന്നത് ഇന്നത്തെ ഒരു എത്ര രൂപ വിലമതിക്കുന്ന വീടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഉത്തരം അവർ പറഞ്ഞേക്കുന്നത് ഒരു 70 ലക്ഷം രൂപ ചിലവ് വരുന്ന രീതിയിൽ ഒരു വീട് വെക്കണമെന്നുള്ളതാണ്. പക്ഷെ ഇത് വെക്കേണ്ടത് എന്നാണ്? ഇനിയും 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ 70 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് അന്ന് വേണ്ടി വരുന്നത് 1,40,00,000 രൂപയാണ്, ഇൻഫ്ലേഷൻ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1,40,00,000 രൂപയായിട്ടിരിക്കുകയാണ്. ഇനി ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന ഫണ്ട്, അതായത് ഹൗസിംഗ് EMI അല്ലെങ്കിൽ ലോണിന്റെ EMIക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് 30% ഓഫ് ദ ഇൻകം, അതായത് 40,500 രൂപ. ഈ 40,500 രൂപ ലോണിന് പകരം നമ്മളത് ഹൗസിന്റെ ഫണ്ടിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് SIP ആയിട്ട് ചെയ്യുക. 10 വർഷം കഴിഞ്ഞാണ് വീട് വെക്കേണ്ടത്. ഇക്വിറ്റി ഫണ്ടിൽ SIP ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ 12% നിരക്കിൽ നമുക്ക് റിട്ടേൺ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് അവിടെ ഒരു 90 lakhs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്നതിനോ ഒരു 10% എവറി ഇയർ ടോപ്പ് അപ്പ് കൂടെ ചെയ്താൽ, ഈ വർഷം 40,500, അടുത്ത വർഷം ആകുമ്പോൾ അതിൻ്റെ 10% കൂടെ കൂട്ടി ആ നിലയിൽ 10 വർഷം തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഈ തുക കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്നതിന് പറ്റും. ഇനി അതല്ല, കുറച്ചുകൂടെ റിട്ടേൺ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഈ വീട് വയ്ക്കുക എന്നുള്ളത് വളരെ നേരത്തെ ചെയ്യുന്നതിന് തന്നെ കഴിയും.